ജനറൽ സർജറിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മിക്ക കേസുകളും വളരെ സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ശരിയാക്കാൻ പറ്റും. 90% കേസുകൾ. ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഗതി ഏതാണെന്ന് വെച്ചാൽ ഡയബറ്റിക് ഫുഡാണ്. ഡയബറ്റിസ് ഉള്ള പേഷ്യൻസിൻ്റെ കാല് പല രീതിയിലും പല ഭാവത്തിലും വരും. അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ അശ്രദ്ധ കൊണ്ടോ ഷുഗർ കൂടിയിട്ട് മുറിവ് പഴുത്ത് മുകളിലോട്ട് കയറി അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു കാലിലോ 2 കാലിലോ ഒക്കെ വരാം. അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ഒരു ചാലഞ്ചായിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് പേഷ്യൻസിൻ്റെയും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെയും സഹകരണം ആവശ്യമാണ്. ഒന്ന്. രണ്ടാമത്, ഇത് ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് സമയമെടുക്കും, പല പ്രാവശ്യം തിയേറ്ററിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. മൂന്നാമതുള്ളത് അതിൻ്റെ എക്സ്പെൻഡിച്ചറാണ്. കാരണം ആൻറ്റിബയോട്ടിക്സ് ഒക്കെ വളരെ എക്സ്പെൻസീവാണ്, അത് ലോങ് ടേം ആയിട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പം മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ചാലഞ്ച് എന്ന് പറയുന്നത് അല്ല, ബാക്കിയുള്ള ജനറൽ സർജറി കേസിന് ഒരു ചാലഞ്ചാണ് പറയുന്നത്. പിന്നെ എല്ലാത്തിനും ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, അത് വേറെ കാര്യം. നമുക്ക് ഒരു കാല് വേറെ ഒരു കാലുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും, എല്ലാം ഡിഫറെൻ്റാണ്. അതുകൊണ്ട് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മളിത് കൈകാര്യം ചെയ്യാൻ. അതാണ് നമ്മുടെ ചലഞ്ച്.